ഇങ്ങനെയാണ് നമ്മുടെ കേക്ക് ഇരിക്കുന്നത്. സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്, യാതൊരുവിധ കോംപ്രമൈസും ഇല്ല ഇതിന്. ടേസ്റ്റി ആൻഡ് സ്പോഞ്ചി ആണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോ ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു കേക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. കേക്ക് ഇട്ടിട്ട് കുറെ നാളായിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഈ കേക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മിക്സിയും അതുപോലെ തന്നെ ഒരു കടായി ഉണ്ടെങ്കിൽ എല്ലാവർക്കും, കുട്ടികൾക്ക് പോലും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് നമ്മുടെ ഡേറ്റ്സ് കേക്ക്. ഈന്തപ്പഴം വെച്ചുള്ള കേക്കാണ്. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. പിന്നെ ഈ വീഡിയോ കുറച്ച് ലോങ് ആയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാക്കി നല്ല പ്രോപ്പർ ആയിട്ടുള്ള കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാനും മാക്സിമം ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായ ഈന്തപ്പഴം കേക്ക് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ഈന്തപ്പഴം വെച്ചിട്ടുള്ള കേക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 10 ഈന്തപ്പഴം, അതായത് വെയിറ്റ് പറയുകയാണെങ്കിൽ കുരുവോട് കൂടിയിട്ട് 150 ഗ്രാം വെയിറ്റ് ഉണ്ട്. നമുക്ക് ഇതിന്റെ കുരുവെല്ലാം റിമൂവ് ചെയ്ത് നോക്കുമ്പോൾ മിക്കവാറും 150-160 ഗ്രാം ആണ് വെയിറ്റ് വരിക കേട്ടോ. അപ്പൊ അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വലിയ ഡേറ്റ്സ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ ചിലപ്പോ 15-20 ഒക്കെ വേണ്ടിവരും കുഞ്ഞു ഡേറ്റ്സ് ആണെങ്കിൽ കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ കുരുവെല്ലാം റിമൂവ് ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ ഡേറ്റ്സ് നന്നായി ഒന്ന് വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇതിൽ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, പൊടിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുരു കളയുക. എന്നിട്ടൊരു പാനിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം, സോസ് പാനിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മൊത്തത്തിൽ ഈ 10 എണ്ണത്തിന്റെയും കുരുവൊക്കെ ഒന്ന് മാറ്റട്ടെ. അപ്പോൾ ഞാനിതിന്റെ കുരുവെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച പാലായാലും തിളപ്പിക്കാത്ത പാലായാലും പ്രശ്നമില്ല. നമുക്കിതൊരു 10 മിനിറ്റോളം കുതിർത്ത് വെക്കാം. അതിനുശേഷം ഇതങ്ങ് കുക്ക് ചെയ്തെടുക്കണേ. അപ്പൊ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആവുന്ന വരെ, ഈ പാലൊന്ന് ഇച്ചിരി ഒന്ന് വറ്റുന്ന വരെ കുക്ക് ചെയ്തെടുക്കണേ. ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നന്നായി കുക്കായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വറ്റി വരണ്ട് പോകണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മിക്സിയിൽ ഇട്ട് കഴിഞ്ഞാൽ അറിയില്ല. അതുപോലെ തന്നെ പാല് അലർജി ഉള്ളവരുണ്ടാവില്ലേ, അങ്ങനെയുള്ളവർ പാല് ഉപയോഗിക്കേണ്ട കേട്ടോ. കുക്ക് ചെയ്യാൻ പാലിന് പകരമായിട്ട് നമുക്ക് സാധാരണ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതുപോലെ അങ്ങ് കുക്ക് ചെയ്തെടുത്താൽ മതി. ചൂടോടുകൂടി ഒരിക്കലും അരയ്ക്കരുത്. ചൂടാറിയതിന് ശേഷം നന്നായിട്ട് ഇതങ്ങ് അരച്ചെടുത്ത് വെക്കണേ. അപ്പൊ ഇത് അരയുന്നില്ലെങ്കിൽ മാത്രം അല്പം പാലോ വെള്ളമോ ചേർത്ത് അരച്ചെടുത്താൽ മതി. ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റുന്ന വെച്ചാൽ ഇത് അറിയില്ല മര്യാദയ്ക്ക്. ഞാനിവിടെ കേക്ക് ഉണ്ടാക്കാൻ പോകുന്ന ഇതുപോലെ അടികട്ടിയുള്ള ഒരു കടായിലാണ് കേട്ടോ. ഇതുപോലെ അടികട്ടിയുള്ള കടായി ഇല്ലാത്തവര് അതിന് പകരമായിട്ട് നമ്മൾ കുക്കർ ഉപയോഗിച്ചിട്ടും ചെയ്യാം കേട്ടോ. കുക്കറിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിന്റെ വെയിറ്റും, അതായത് വിസിൽ വരുന്നില്ലേ, വെയിറ്റും റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ ഗ്യാസ്കറ്റ് ഇല്ലേ, അത് റിമൂവ് ചെയ്തിട്ട് ഉണ്ടാക്കിയാൽ മതി. സെയിം പോലെ തന്നെയാണ് ചെയ്യുന്നത്. ലിങ്ക് ഞാൻ താഴെ തരാം. നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ ഞാനിപ്പോ എന്തായാലും ഒരു സാധാരണ കടായിലാണ്. ഇപ്പൊ ഇതുപോലെ കട്ടിയുള്ള കടായി നിങ്ങളുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റീലിന്റെ പാത്രമാണെങ്കിലും വലിയ പാത്രം, ഞാനിപ്പോ ഉണ്ടാക്കാൻ പോകുന്ന കേക്കിന്റെ ടിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കേക്കിന്റെ ടിന്ന്. അപ്പോൾ ഏത് കേക്കിന്റെ ടിന്നിലാണ് ഇപ്പോൾ വട്ടത്തിലുള്ള കേക്ക് ടിന്ന് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ സ്ക്വയറോ റെക്ടാങ്കിളോ ഏതാണ് നിങ്ങളുടെ കയ്യെടുത്തുള്ളത് അതിലുണ്ടാക്കാം. അപ്പോൾ ഈ കേക്കിന്റെ ടിന്ന് നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രമായിരിക്കണം എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. വലിയ പാത്രമായിരിക്കണം എന്ന് ചുരുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ കട്ടിയുള്ള പാത്രം കടായി നിങ്ങളുടെ അടുത്ത് ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീലിന്റെ പാത്രമോ അലുമിനിയത്തിന്റെ പാത്രം ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നില്ലെങ്കിൽ നല്ല വൃത്തിയുള്ള മണ്ണില്ലേ, ഇത് നല്ല മണ്ണ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിക്കാം. പക്ഷെ ഇതിലിപ്പോ നമ്മൾ ഉപ്പൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും ഈ പാത്രത്തിലോട്ട് ഇങ്ങനെ ഇറക്കി വെക്കാൻ പാടില്ല. അതിന് മുൻപായിട്ട് എന്ത് ചെയ്യണം, ഒരു റിങ്ങോ അല്ലെങ്കിൽ ഇതേപോലത്തെ പഴയ പാത്രങ്ങൾ ഉണ്ടെങ്കിൽ, പ്ലേറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതങ്ങ് നമുക്ക് അമർത്തി വെക്കാം. അതിനുശേഷം മാത്രമേ നമ്മൾ കേക്ക് ടിൻ ഇതിന്റെ മുകളിൽ വെക്കാൻ പാടുള്ളൂ. ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പാത്രത്തിലോട്ട് കേക്ക് ടിൻ മുട്ടാൻ പാടില്ല എന്ന് ചുരുക്കാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന കേക്ക് ടിന്നിന്റെ വലിപ്പം എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് ഇതിന്റെ ഓരോ സൈഡിന്റെയും നീളം. അതുപോലെ ഡെപ്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. അപ്പൊ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നേക്കാളും 10 മിനിറ്റ് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഈ പാത്രം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം, ഒന്ന് ചൂടാക്കണം എന്നർത്ഥം. അപ്പൊ അവനിൽ വെക്കുന്നവര് 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാം നമ്മുടെ അവൻ. അതല്ലെങ്കിൽ കടായിൽ വെക്കുന്നവരോ അല്ലെങ്കിൽ കുക്കറിൽ വെക്കുന്നവരാണെങ്കിൽ 10 മിനിറ്റ് മുമ്പേ ഈ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 10 മിനിറ്റ് നമ്മുടെ കടായി ഒന്ന് ചൂടാക്കുക, ഈ കേക്ക് ടീൻ വെക്കുന്നേക്കാൾ മുൻപായിട്ട്. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കാരണം കേക്ക് ഇതിന്റെ ബാറ്റർ റെഡി ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അധിക സമയം പുറത്ത് വെക്കാൻ പാടില്ല. അപ്പൊ തന്നെ നമ്മൾ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കടായിലെടുത്ത് വെക്കണം. അപ്പൊ ഈ സ്റ്റെപ്പ് ഇമ്പോർട്ടന്റ് ആണ്. കേക്ക് ഉണ്ടാക്കുന്നേക്കാൾ മുൻപ് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്കിന്റെ ടിൻ, അതായത് നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് തയ്യാറാക്കാൻ പോകുന്ന ആ പാത്രം റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോ ഇതിൽ കുറച്ച് എണ്ണ തടവിയതിനു ശേഷം അതിലൊരു പാർച്ച്മെന്റ് പേപ്പർ, അതായത് ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. താഴെ മാത്രം കേട്ടോ, സൈഡിലൊന്നും ഇട്ടിട്ടില്ല. അതേസമയം നിങ്ങളുടെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്,
കുറച്ച് എണ്ണയോ ബട്ടറോ തടവിയതിനു ശേഷം കുറച്ച് മൈദ ഇട്ടിട്ട് ഒന്ന് എല്ലാ ഭാഗത്തേക്കും മൈദ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം കൂടുതലുള്ള മൈദ അങ്ങ് തട്ടിക്കളയാം. അപ്പോഴും നമ്മുടെ കേക്ക് അതിൽ ഒട്ടിപ്പിടിക്കില്ല, താഴത്തെ ഭാഗത്ത് ഒട്ടിപ്പിടിക്കില്ല. കേക്ക് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു 10 മിനിറ്റ് കൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു. പിന്നെ അടപ്പത്തിലോട്ട് കയറി കഴിഞ്ഞാൽ ഓരോ അടപ്പനുസരിച്ചും തീ അനുസരിച്ചും 1.5 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ കൊണ്ടൊക്കെ റെഡി ആയി കിട്ടും കടായിലാണെങ്കിൽ. അതേസമയം അവനിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 35-40 മിനിറ്റ് കൊണ്ട് നമ്മുടെ കേക്ക് റെഡിയാവും കേട്ടോ. ഈ ഡേറ്റ്സ് ഇല്ലേ, ഇതങ്ങ് ചൂടാറിയിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് ചെറിയൊരു മിക്സിയുടെ ജാറിലിട്ടതിന് ശേഷം അരച്ചെടുക്കാം. കുഞ്ഞി ജാറിലിട്ട് അരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. നമ്മൾ ഇതിൽ ഒരുപാട് ഡേറ്റ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല, കാരണം ഇവിടെ പിള്ളേർക്ക് അധികം ഡേറ്റ്സ് ആയി കഴിഞ്ഞാൽ അവർ കഴിക്കില്ല. ചിലവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ്സ് കുറച്ച് കട്ട് ചെയ്തിടുകയും ചെയ്യും. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ക്രിസ്മസ് കേക്കിൽ കാണാറില്ലേ, അതുപോലെ കടിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നന്നായിട്ട് ഇത് അരച്ചെടുക്കുക. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട, അത് അരച്ച് നോക്കട്ടെ. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർക്കാൻ പാടുള്ളൂ. വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ നമ്മൾ കേക്കിന്റെ കൺസിസ്റ്റൻസി കംപ്ലീറ്റ്ലി മാറിപ്പോകും. അടിപൊളിയായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആവണം നമ്മുടെ ഡേറ്റ്സിന് കേട്ടോ. നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ഡേറ്റ്സ് അരച്ചു കഴിഞ്ഞ അടുത്ത പടി എന്താ, ഈ പാത്രം ചൂടാക്കാൻ വേണ്ടി വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പൊ എന്റെ അടുപ്പ് എന്ന് പറയുന്നത് എനിക്ക് 5 ബർണർ ഉണ്ട്. അതിൽ വെച്ചിട്ട് ഏറ്റവും ചെറിയ ബർണറാണ് ഇത്. അതില് ആണ് ഞാൻ നമ്മുടെ കേക്കിന്റെ പാത്രം വെക്കാൻ പോകുന്നത്. കാരണം വലിയ ബർണറിൽ വെക്കാൻ പാടില്ല. വലിയ ബർണറിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, കേക്കിന്റെ താഴെ ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പൊ ഈ ചെറിയ ബർണറിൽ മീഡിയം ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതാണ് മീഡിയം ഫ്ലെയിം. ചെറിയ ബർണറിൽ മീഡിയം ഫ്ലെയിമിൽ നമുക്ക് 10 മിനിറ്റ് ഈ കടായി ചൂടാക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ നമ്മൾ കേക്കിന്റെ ടിന്ന് എല്ലാം ഫില്ല് ചെയ്ത് വെക്കുന്ന സമയത്ത് ഈ കടായി ചൂടായിരിക്കണം. അതാണ് അതിന്റെ അർത്ഥം. ഇതില് ഈ ഭാഗമില്ലേ, ഈ ലിഡിന്റെ ഭാഗത്ത് കുറച്ച് ചെറിയൊരു ഹോൾ ഉള്ള കാരണം ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആ ഹോളൊന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ചൂടങ്ങ് പുറത്തോട്ട് പോകും. മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടൂല. അപ്പൊ അതൊന്ന് ചൂടാവട്ടെ 10 മിനിറ്റ്. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കേക്കിന്റെ ബാറ്റർ റെഡിയാക്കാം. നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കാം. അതിലോട്ട് ഞാൻ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നല്ല വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട പൊട്ടിച്ചിട്ട് മൊത്തമായിട്ട് 2 എണ്ണം ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. മുട്ട പൊട്ടിച്ചിടുമ്പോൾ തൊലി അതിൽ പെട്ടിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണേ. പിന്നെ മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ഒരിക്കലും നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പാടില്ല. അതിന്റെ ടെമ്പറേച്ചർ റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം മാത്രം. നിങ്ങൾക്ക് തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നേരം ഇട്ട് വെക്കുകയാണെങ്കിൽ ആ മുട്ടയുടെ തണുപ്പൊക്കെ മാറി കറക്റ്റ് ആയിട്ട് വരും കേട്ടോ. 2 മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീഡിയം സൈസുള്ള മുട്ടയാണേ. നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്, ഇത് മിക്സിയിലായതുകൊണ്ട് മാത്രം നല്ല കൺസിസ്റ്റൻസി വരണം എന്നുണ്ടെങ്കിൽ ഓയിൽ വേണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമുക്ക് ആദ്യം തന്നെ ഇതിന്റെ പകുതി, ഇത് 8 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു 4 ടേബിൾ സ്പൂൺ ആദ്യം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി അടിക്കാം. ഹൈ സ്പീഡിൽ തന്നെ ഇടുന്നത് കേട്ടോ. അതിലോട്ട് നമുക്ക് വീണ്ടും 4 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കാവുന്ന വരെ ഇതങ്ങ് അടിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നന്നായി അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുന്ന രീതി ഇമ്പോർട്ടന്റ് ആണ്. കാരണം ചുമ്മാ നമ്മൾ മിക്സിയിൽ ചേർത്ത് അതേപോലെ തന്നെ കൂട്ടത്തിൽ ഓയിലോ ബട്ടർ ഇട്ട് കഴിഞ്ഞ് ഇതുപോലെ ആവില്ല, ഭയങ്കര ലൂസ് ആയിട്ട് മാറും. അപ്പൊ നമ്മള് ആ അളവ് കറക്റ്റ് ആവില്ല. ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കി നോക്കിയപ്പോഴുണ്ടല്ലോ, ഇത് മയോണൈസ് ഉണ്ടാക്കുന്ന രീതിയാണ്. ഞാൻ ഇങ്ങനെ ചെയ്തപ്പോഴാണ് കറക്റ്റ് ആയിട്ട് വന്നത്. മറ്റേ രീതി ചെയ്യുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ ഭയങ്കര ലൂസ് ആയിട്ട് വരും നമ്മുടെ ബാറ്ററിന്റെ കൺസിസ്റ്റൻസി. ഈ ഒരു മെത്തേഡ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. ആദ്യം മുട്ട അടിക്കുക, അതിനുശേഷം ഓയിൽ ഒഴിച്ചതിന് ശേഷം നല്ല തിക്കാവുന്ന വരെ അടിച്ചെടുത്തോണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പൊ നോക്കിയേ, നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് വരണം. അത് ഉറപ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് നല്ല തിക്കായി വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നിങ്ങൾക്ക് പഞ്ചസാര താല്പര്യമില്ലെങ്കിൽ അതിന് പകരമായിട്ട് ശർക്കര പൊടിച്ചത് ചേർക്കാം, അതല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർക്കാം. അപ്പൊ ഞാനിവിടെ പഞ്ചസാരയാണ് ചേർക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാരമലൈസ് ചെയ്തും ചെയ്യാം. അതായത് നമ്മുടെ ഷുഗർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം കാരമലൈസ് ചെയ്യാൻ മനസ്സിലായില്ലേ, ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്ത് തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാൻ ഇതിലൊന്നും ചെയ്യുന്നില്ല, സാധാരണ രീതിയിൽ തന്നെയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പൊ ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ മീഡിയം മധുരമുള്ള ഒരു കേക്കാണ്. മാത്രമല്ല ഇതിന്റെ മധുരം എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ്സിന്റെ ഷുഗർ എത്രയാണ് അതിനനുസരിച്ച് മാറ്റം വരും. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഡേറ്റ്സിന് നല്ല മധുരമുണ്ട്, അതുകൊണ്ട് ഇത് മതിയാവും പഞ്ചസാര കേട്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ നിങ്ങൾക്ക് മുട്ട താല്പര്യമില്ലെങ്കിൽ മുട്ടയ്ക്ക് പകരമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എന്താ, 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ മിക്സി ഉപയോഗിക്കാൻ പാടില്ല. ഈ തൈര് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം അതിലോട്ട് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മിക്സി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം മിക്സിയിൽ നമ്മൾ തൈര് ഇട്ട് കഴിഞ്ഞാൽ മോര് പോലെ വെള്ളം പോലെയാവും. അപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കൺസിസ്റ്റൻസി ശരിയാവില്ല കേട്ടോ. ഇനി പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം വാനില എസൻസ് ആണ്. ആ മുട്ടയുടെ വാസന വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം നന്നായിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കും. ഈ വീഡിയോ നമുക്ക് 2 മിനിറ്റ് കൊണ്ടും ചെയ്യാം. പക്ഷെ 2 മിനിറ്റ് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പല സംശയങ്ങളും ഉത്തരം എനിക്ക് തരാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. പഞ്ചസാര ചേർത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഡേറ്റ്സ് ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ തിക്നെസ് ഇപ്പൊ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത്യാവശ്യം തിക്കാണ് സംഭവം. ഡേറ്റ്സ് കംപ്ലീറ്റ് അങ്ങ് ചൂടില്ലാത്ത ഡേറ്റ്സ് വേണേ. നിങ്ങളുടെ അടുത്ത് ഇപ്പം ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാട്ടോ. ഞാനിത് അതില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് മിക്സിയിൽ കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ സ്റ്റാൻഡ് മിക്സർ ഉള്ളവർ അതിൽ ചെയ്താൽ മതി. ഇപ്പൊ അവനുള്ളവർ 170 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തിടാൻ മറക്കരുത്. ഇതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് വീണ്ടും അടിക്കാം. മിക്സിയുടെ ആവശ്യമില്ല, മിക്സിയൊക്കെ അങ്ങ് മാറ്റി വെക്കാം. ഒരു അരിപ്പ എടുക്കാം. ഒരു ബൗളിന് മുകളിൽ അരിപ്പ വെച്ചതിന് ശേഷം അരിപ്പയിലോട്ട് നമുക്ക് 1/4 കപ്പ് മൈദ അതല്ലെങ്കിൽ 1/4 കപ്പ് ആട്ട ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് എന്ന് പറയുന്നത് 15 ടേബിൾ സ്പൂൺ, വെയിറ്റ് നോക്കുകയാണെങ്കിൽ 110 ഗ്രാം. അപ്പൊ അതാണ് അതിന്റെ ഒരു കണക്ക്. ഇതിലോട്ട് നമുക്ക് 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കേക്കിന് ബേക്കിംഗ് സോഡ വേണ്ട. അപ്പൊ നിങ്ങൾ ചോദിക്കാം ബേക്കിംഗ് പൗഡറിന് പകരമായിട്ട് ബേക്കിംഗ് സോഡ ഇടാൻ പറ്റുമോ? ഇല്ല, ബേക്കിംഗ് പൗഡർ തന്നെ വേണം. 1.5 ടീസ്പൂൺ നമുക്ക് ഇതിന്റെ മേലെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പൊ ബേക്കിംഗ് പൗഡർ എന്ന് പറഞ്ഞ സംഭവം എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് കേട്ടോ. അത് കിട്ടാത്ത സംഭവമൊന്നും അല്ല. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രം കേക്ക് ഉണ്ടാക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂണിന്റെ അളവാണ്. അപ്പൊ അതിൽ 3 പ്രാവശ്യം ഇട്ട് കൊടുക്കുക, അതായത് 1.5 ടീസ്പൂൺ. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം ഉപ്പാണ്. അധികമൊന്നും വേണ്ട, ഒരു നുള്ളു മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം ആ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിനുശേഷം നമുക്കിത് അരിച്ചെടുക്കാം. 1-2 പ്രാവശ്യം അരിക്കണമെങ്കിൽ ഏറ്റവും നന്നായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചതിന് ശേഷം സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതിയാവും. എല്ലാ ഭാഗത്തേക്കും ആ ബേക്കിംഗ് പൗഡറും ഉപ്പും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിക്കാൻ പറയുന്നത്. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഒരു ബൗളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ഇതിലോട്ട് നമ്മുടെ മൈദയുടെ മിക്സില്ലേ അത് പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈദയുടെ മിക്സ് ചേർത്തതിന് ശേഷം പതുക്കെ മിക്സ് ചെയ്യാനേ പാടുള്ളൂ. നമ്മൾ ഒരുപാട് തിരക്ക് പിടിച്ചിട്ട് സ്പീഡിൽ മിക്സ് ചെയ്യാൻ പാടില്ല. അത് കേക്ക് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഒരേ ഡയറക്ഷനിൽ അങ്ങ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഞാൻ എപ്പോഴും ചെയ്യാറുള്ളത് കൈ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് മിക്സ് ചെയ്യണം കേട്ടോ. ഈ എന്താ പറയുക സ്പാറ്റിലോ അല്ലെങ്കിൽ സ്പൂണോ ഫോർക്കോ ഒന്നും എടുക്കാറില്ല. കേക്ക് മിക്സ് ചെയ്യാൻ ഏറ്റവും നല്ലത് നമ്മുടെ കൈ തന്നെയാണ്. പക്ഷെ വീഡിയോയിൽ കാണിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തില്ല എന്ന് മാത്രം. അപ്പോൾ ബാക്കിയും കൂടെ ഇടാം. അതും പതുക്കെ ഇതേപോലെ തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് മിക്സ് റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് രുചിച്ച് നോക്കുക. അഥവാ നിങ്ങൾക്ക് മധുരം പോരാന്ന് തോന്നുകയാണെങ്കിൽ മാത്രം പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക. പൊടിക്കാത്ത പഞ്ചസാരയും ചേർത്ത് കൊടുക്കാൻ പാടില്ല. കാരണം അതങ്ങ് അലിയാണ്ട് കിടക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കേക്കിന്റെ പാത്രത്തിലോട്ടത് മാറ്റാം. ഇതുപോലത്തെ രീതിയിലായിരിക്കും കൺസിസ്റ്റൻസി വരേണ്ടത് കേട്ടോ. റിബൺ ലൈക്ക് കൺസിസ്റ്റൻസി. ഞാൻ കംപ്ലീറ്റ് ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം. അതായത് ഇങ്ങനെ തട്ടി കൊടുക്കാം. എക്സ്ട്രാ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി നമുക്കിതിന്റെ മുകളിൽ ഒന്നില്ലെങ്കിൽ ബദാം വെച്ച് അലങ്കരിക്കാം, അതല്ലെങ്കിൽ കാഷ്നട്ട് വെച്ച്, അതായത് അണ്ടിപ്പരിപ്പ് വെച്ച് അലങ്കരിക്കാം. അലങ്കരിക്കണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട കേട്ടോ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇതിൽ കുറച്ച് കാഷ്നട്ട്സ് വെച്ച് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിവിടെ കാഷ്നട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായിരിക്കുന്ന കടായിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. തുറക്കാം, പതുക്കെ വെച്ച് കൊടുക്കാം, അടയ്ക്കാം. അതിനുശേഷം തീ കുറയ്ക്കാം കേട്ടോ. മീഡിയത്തിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയതിന് ശേഷം ഇത് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ കടായിലാണെങ്കിൽ സമയം എടുക്കും. 1.25 മുതൽ 1.5 മണിക്കൂർ വരെ എടുക്കാം. അത് ഓരോ ഇതനുസരിച്ച് മാറ്റം വരും. അതേസമയം കുക്കറിലാണെങ്കിൽ 40-50 മിനിറ്റിനുള്ളിൽ റെഡിയാവും. അവനിലാണെങ്കിൽ 40 മിനിറ്റിനുള്ളിൽ റെഡിയാവും. ഇടയ്ക്കിടയ്ക്ക് തുറക്കാൻ പാടില്ല. നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോഴേ അറിയാൻ പറ്റും റെഡി ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. എന്തായാലും ഒരു 40 മിനിറ്റ് കഴിയാണ്ട് നിങ്ങൾ തുറക്കാൻ പാടില്ല കേട്ടോ. ഈ കടായിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ മേലോട്ട് അങ്ങ് വന്നിട്ടുണ്ട്. അതേസമയം തുറക്കുന്ന സമയത്ത് ഈ കേക്ക് അങ്ങോട്ട് താഴോട്ട് അങ്ങ് പോയി ഇങ്ങനെ എന്താ പറയുക തിക്നെസ് ഒന്നും ഇല്ലാണ്ട് ആകെ ചെറുതായി മാറും. അതുകൊണ്ടാണ് കേക്ക് കുക്ക് ആവാതെ ഒരിക്കലും തുറന്നു നോക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം. റെഡി ആയതിനു ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ 1.25 മണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ക്യൂർ വെച്ചിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, ക്ലിയർ ആയി വന്നിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഇത് നന്നായി കുക്ക് ആയിട്ടുണ്ടെന്നാണ് കേട്ടോ. കാരണം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ മിഡിൽ പോർഷൻ, നടുവിലത്തെ ഭാഗത്ത് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്യാൻ മറക്കരുത്. കാരണം ചിലപ്പോൾ സൈഡിലൊക്കെ നന്നായി കുക്ക് ആയിട്ടുണ്ടാവും. ഈ മിഡിൽ പോർഷൻ കുക്കാവാൻ കുറച്ച് സമയം എടുക്കും. അപ്പോൾ എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക. ഇത് ക്ലിയർ ആയി വന്നിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവനിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ നല്ല ബ്രൗൺ കളർ ആയിരിക്കും ഇതിന്റെ ടോപ്പ് പോർഷനൊക്കെ. അതേസമയം ഈ കുക്കറിലോ കടായിൽ വെച്ച് കുക്ക് ചെയ്യുമ്പോൾ സാധാരണ അവനിൽ വെച്ചുണ്ടാക്കുന്ന കേക്കിന്റെ അത്ര ബ്രൗൺ കളർ മേലെ ഭാഗത്ത് വരില്ല. അത് മാത്രമുള്ള വ്യത്യാസം. പക്ഷെ ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും ഇല്ല. നല്ല സ്പോഞ്ചി ആയിട്ട് ഇരിപ്പുണ്ട്, കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ ഈ കളർ മാത്രം ശ്രദ്ധിക്കാം. ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് തന്നെ വെക്കാം.
ഇതിന്റെ വെള്ളം ഒന്ന് തുടച്ചു കളഞ്ഞതിന് ശേഷം ഇതിൽ കുറച്ച് നേരം അടഞ്ഞിരിക്കട്ടെ. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ കുറച്ചു നേരം കൂടെ അടച്ചു വെക്കുമ്പോൾ ഒന്നും കൂടെ അതിന്റെ മുകളിലത്തെ ഭാഗം ബ്രൗൺ ഷെയ്ഡായിട്ട് മാറും. ഇപ്പൊ ഓഫ് ചെയ്തിട്ടുണ്ട്, നമുക്ക് അടച്ചു തന്നെ വെക്കാം. അപ്പൊ നമ്മുടെ കേക്ക് കുറച്ചു നേരമായി ഞാൻ അടച്ചു വെച്ചിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളർ വരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത്. സാധാരണ രീതിയിൽ അവനിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. നന്നായിട്ട് കുക്കായി ഉറപ്പ് വരികയാണെങ്കിൽ ആ സമയത്ത് പുറത്തെടുത്ത് വെക്കാം. ഇനി നമുക്കിത് പുറത്തെടുത്ത് വെക്കാം, ചൂടാറിയതിനു ശേഷം മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല തണുത്തിട്ടുണ്ട് കേട്ടോ. തണുത്തതിന് ശേഷം കത്തി വെച്ചിട്ട് സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിരിയിച്ച് കൊടുക്കുക. കണ്ടില്ലേ, നമ്മൾ അവനിൽ വെക്കുമ്പോൾ ഇതിന്റെ മുകളിലും ഇതേ കളറായിരിക്കും, ബ്രൗൺ കളർ ആയിരിക്കും. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോ കേക്ക് ഞാൻ അവനിൽ വെച്ച് ബേക്ക് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? താഴേന്ന് ഈ പേപ്പർ റിമൂവ് ചെയ്യാം. ഇതാ, കരിഞ്ഞിട്ടൊന്നുമില്ല. ബാക്ക് സൈഡ് കണ്ടല്ലോ, സൂപ്പറായിട്ടുള്ള കേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്താലോ? ഇങ്ങനെയാണ് നമ്മുടെ കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ടേസ്റ്റി ആൻഡ് സ്പോഞ്ചിയാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഞാനൊരു വായ കഴിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഇത് പുറത്ത് വയ്ക്കുകയാണെങ്കിൽ 2 ദിവസം വരെ പുറത്ത് വയ്ക്കാം. ഫ്രിഡ്ജിലാണെങ്കിൽ 2 ആഴ്ചത്തോളമൊക്കെ വെക്കാൻ പറ്റുമേ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കേക്ക് കുട്ടപ്പനെ കഴിക്കാം. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പറായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. മാത്രമല്ല നമ്മുടെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.